അതായത് തങ്ങളുടെ രചനകളൊക്കെ ഇപ്പം ഇങ്ങനെ ഒരുപാട് നമ്മൾ വലിയൊരു പണ്ഡിതനും കൂടിയാണ് തങ്ങളുടെ ഫിക്കി രചന. പിന്നെ തങ്ങൾ കവിതകൾ, ഞങ്ങൾ ചില സ്ഥലത്തൊക്കെ തങ്ങളുടെ കവിതകൾ ഭയങ്കര രസകരമായിട്ടുള്ള കവിതകൾ ആ സ്വഭാവത്തിൽ തങ്ങൾ പറഞ്ഞ പോലെ ഒരു ബഹുമുഖമാണ്. നമ്മളൊരു വേഴ്സറ്റൈൽ ജീനിയസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബഹുമുഖമായിട്ട്, അതാ നമ്മളിന്ന് ഇമേജിൻ ചെയ്യുന്നതിനപ്പുറത്താണ് തങ്ങളുടെ ഒരു സാധനം. ഒരേ സമയത്ത് ഇവിടുത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും മഖ്ദൂമി പണ്ഡിതന്മാരൊക്കെ ഉണ്ടാകുമ്പോഴും അവരവരുടെ മുമ്പിൽ നിർത്തണമെങ്കിൽ അത്രമാത്രം വലിയ സ്കോളർഷിപ്പ് ഉണ്ടാവണം, പാണ്ഡിത്യം ഉണ്ടാവണം. തങ്ങളുടെ രചനകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പൊതുവേ നമ്മളൊരു സൈഫുൽ ബത്താർ എന്ന് പറയുന്ന ഒരു രചനയാണ് പൊതുവെ തങ്ങളിലേക്ക് അങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടാറുള്ളത്. അത് നമ്മൾ നോക്കുമ്പോൾ അത് സെയ്ദ് ഫളിൽ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെയ്ദ് രചനയായിട്ട് മമ്പ്രം തങ്ങൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു കവിതയാണ്. ഒരു കവിത എന്ന് പറയുന്നത് അതും രചന, അന്നത്തെ ഒരു രചന എന്ന് പറയുന്നത് ഈ ഓറൽ ട്രഡീഷനിലൂടെ കൈമാറുന്നതോ അങ്ങനെയൊക്കെ ആവണം. അപ്പോൾ ഈ ഔക്കോയ മുസ്ലിയാരുണ്ട്, പരപ്പനങ്ങാടിക്കാരനാണ്, വലിയ പണ്ഡിത, അന്നത്തെ മലബാറിലെ വലിയൊരു സ്കോളറാണ്. അപ്പോൾ അവരും സെയ്ദ് അലവിത്തങ്ങളുടെ ശിഷ്യനായിട്ട് വരുന്നുണ്ട് തങ്ങൾ വന്നതിന് ശേഷം. അവർ പൊന്നാനിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് മമ്പ്രം തങ്ങൾ പറയുന്നുണ്ട്, ഒരു കത്ത്, ഒരു കവിത എഴുതി കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കവിത കൊണ്ടുപോയിട്ട് പൊന്നാനിപ്പള്ളിയുടെ മെഹ്റാബിൽ നിങ്ങൾ വെക്കണം എന്ന് പറയുന്നുണ്ട്. ഔക്കോയ മുസ്ലിയാരോട് പറയാണ്, നിങ്ങളിത് പൊന്നാനിപ്പള്ളിയുടെ മെഹ്റാബിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കവിതയിൽ തന്നെ അത് പറയുന്നുണ്ട്. അതാ ഔക്കോയ ഹില്ലി ഉക്തുബൻ മക്കാലത്തി എന്ന് പറഞ്ഞിട്ട് ഈ കവിത എന്ന ചെറിയൊരു കവിത, ഒരു 10-20 വരികൾ മാത്രം വരുന്ന ഒരു കവിത, ഒരു പ്രവചന കവിതയാണ്. അതെന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ഒരു സൂചനകൾ ഇതാണ്. അതിലിങ്ങനെ എനിക്ക് ശേഷം ഈ പോർച്ചുഗീസുകാർ നാട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, ഈ അധിനിവേശ ശക്തികൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഭൗതികവാദികൾ കടന്നു വരും എന്ന് പറഞ്ഞാൽ പുകവലിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിൽ ചില ഇതുകൾ പറയുന്നുണ്ട്. ഭൗതികവാദം പ്രസംഗിക്കുന്ന, സംസാരിക്കുന്ന, എന്താ പറയുക, ഈ പച്ച ഒരു ലിബറൽ സ്വഭാവങ്ങളുള്ള ചില ആളുകൾ നാട്ടിൽ വരും. അപ്പോൾ അത് അങ്ങനെ വന്നാൽ നിങ്ങൾ ആത്മീയമായിട്ട് ശാക്തീകരിക്കപ്പെടാൻ ശ്രമിക്കണം, നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളെ നിങ്ങൾ നിലനിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പക്ഷികളോട് ഒരു 3-4 പക്ഷികളുടെ സ്വഭാവം ഉണ്ട്, ആ സ്വഭാവം നിങ്ങൾ വെടിയണം, ചില കിതാബുകളുണ്ട്, ആത്മീയ ഗ്രന്ഥങ്ങളുണ്ട്, അത് നിങ്ങൾ ഓതണം എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മീയതയിലൂടെ ഒരു പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന ഒരു കവിതയാണ്. അപ്പോൾ ആ കവിത അദ്ദേഹത്തോട് അവിടെ കൊണ്ട് വെക്കാൻ പോകുന്നു. കാലങ്ങളോളം പൊന്നാനിപ്പള്ളിയുടെ മെഹ്റാബിൽ അല്ലെങ്കിൽ പുറത്ത് ചുമരുകളിലൊക്കെ ഇത് സൂക്ഷിക്കപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പണ്ട് മമ്പ്രന്തങ്ങളെക്കുറിച്ചിട്ട് 2000-ൻ്റെ തുടക്കത്തിൽ ഞങ്ങളുടെ മറ്റൊരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ പൊന്നാനിപ്പള്ളിയുടെ പുറത്ത് ചുമരുമൽ ആ ഒരു കവിത കാലങ്ങളിലൂടെ അവർ പല രീതിയിൽ മാറ്റി ഇതായിരിക്കും. അന്നും ആ ഒരു കവിത ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. ഈ കവിതയുടെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ പിൽക്കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് വരും, അങ്ങനെ ഒരു ഇതാണ് ഈ ഒരു ഭൗതികവാദത്തിൻ്റെ. അതിൻ്റെ ഒരു പ്രസക്തി നമ്മുടെ മാർക്സും എംഗൽസും 48-ലോ മറ്റാണ് അവരുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലും രചിക്കുന്നത്. ഇത് അതിന് മുമ്പാണ് മമ്പ്രം തങ്ങൾ പറയുന്നത്. ഇതിന് ശേഷം ഇങ്ങനെ ഒരു വിഭാഗം വരാനുണ്ട്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, അതിൻ്റെ സാധ്യത അങ്ങനെ വായിക്കാവുന്നതാണ്. അതിനാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം പല വ്യാഖ്യാനങ്ങളും ഉണ്ടാവാം. പക്ഷേ മാർക്സും എംഗൽസും ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചിന്തിക്കുന്നതിന് മുമ്പ് മമ്പ്രം തങ്ങൾ ഇങ്ങനെ ഒരു വിഭാഗം ഇവിടെ വരുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ ഒരു കവിത മമ്പ്രം തങ്ങളുടെ രചനയായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ വ്യാപകമായിട്ട് മലബാറിൽ സൈഫുൽ ബത്താർ മമ്പ്രം തങ്ങളുടെ രചന എന്ന് പറയുന്നുണ്ട്. മമ്പ്രം തങ്ങൾ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ മമ്പ്രം തങ്ങൾ ഫളിൽ തങ്ങളും ആവാം, അലവിത്തങ്ങളും ആവാം. രണ്ടുപേരെയും നമ്മൾ പണക്കാട് തങ്കന്മാർ എന്ന് പറയുന്നത് പോലെ ആ ഒരു പൊതു പേരാണ്. ആ പേര് നമ്മളിങ്ങനെ വിളിക്കുന്നു. പിൽക്കാലത്തുള്ള പുതിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ സെയ്ദ് ഫളിൽ തങ്ങളാണ് ഒരുപാട് രചനകൾ, അതൊരു 10-20ഓളം രചനകൾ. ഇപ്പോൾ ഒരു ഉദ്ദത്തുല്ലമറ, ഈ ആൻറ്റി കൊളോണിയൽ പരിസരത്തു നിന്നുള്ള വ്യത്യസ്ത രചനകൾ വരുന്നുണ്ട്. അതല്ലാതെ തസൂഫി, കർമ്മശാസ്ത്രം, ഇതിലൊക്കെ ഒരുപാട് രചനകൾ വരുന്നുണ്ട്.